അതായത് ഒരു മെസ്സേജ് വന്നതാണ് കേട്ടോ. എനിക്ക് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഇങ്ങനെ വന്ന് കിടക്കുന്ന പഴയ മെസ്സേജാണ്. ഒരു പാൻ കാർഡ് ഉണ്ടോ, വി വിൽ ഗിവ് യു എ ലോൺ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പാൻ കാർഡ് മാത്രം മതിയോ കാശ് കിട്ടാനായിട്ട്, അങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ അങ്ങനത്തെ സ്കാംസ് ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് പോയി ഞാനതിൽ പോയി ചോദിച്ചൊന്നുമില്ല എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ്. ഒരു പയ്യൻ, അതായത് പ്രവാസി ലോകത്ത് നിന്നുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു പയ്യൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയി. ആ പയ്യനെ, 10-25 വയസ്സുള്ള പയ്യൻ ജോലിക്ക് വേണ്ടി വന്നതാണ്. ദുബായ് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പയ്യൻ്റെ പാൻ കാർഡ് വെച്ചിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ടാകാം. നാട്ടിൽ ചെല്ലുമ്പോൾ അത് ചെയ്തിട്ടുണ്ടാകാം, നാട്ടിൽ വെച്ച് അത് ചെയ്തിട്ടുണ്ടാകാം. അത് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി കാണും. പാസ്പോർട്ട് എവിടെയാണ് പോകുന്നത്, അയാൾ എവിടെയാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ അധികാരികൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കാം അത് നടന്നിട്ടുണ്ടാവുക. പക്ഷെ എന്തിനാണ് ഈ പയ്യനെ അറസ്റ്റ് ചെയ്തത് എന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ്, ഇവൻ ഈ നാട്ടിൽ വെറുതെ നടന്നപ്പോഴേ ആരോ ഇങ്ങനെ ഇതുപോലൊരു മെസ്സേജ് വന്നു അത്ര. പാൻ കാർഡ് ഉണ്ടോ നിനക്കെങ്കിൽ അതിനകത്ത് ഞങ്ങൾ കുറച്ച് പൈസ ഇട്ട് തരും. ആ പൈസ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ 50,000 രൂപയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതെങ്കിൽ 5,000 രൂപ നിങ്ങൾ പിടിച്ചു വെച്ചിട്ട് 45 അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എടാ വേണ്ട, എന്തിനാ ഇതെന്ന് ചോദിച്ചപ്പോൾ നമുക്കെന്താ റിസ്ക് ഇതിനകത്തുനിന്ന് അവൻ ചോദിക്കണേ. കാരണം 50,000 രൂപ അയക്കുന്നവർക്കല്ലേ റിസ്ക്, നമ്മളെ കാണാത്തവർക്ക്. നമ്മളത് എടുത്തിട്ട് ഓടിയാൽ എന്ത് ചെയ്യും, മനസ്സിലായോ? ചിലരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയച്ചോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ചെയ്തു എന്ന് പറഞ്ഞ് ഒരുത്തൻ പ്രോത്സാഹിപ്പിച്ചും കൊടുത്തു. ഒരുത്തൻ പറഞ്ഞ് വേണ്ടെന്നും പറഞ്ഞു. ശരി, അതാണ് ഈ 2 ഫ്രണ്ട്സ് തമ്മിലുള്ള. അപ്പോൾ അവൻ വിചാരിച്ച് വെറുതെ നടക്കല്ലേ, 10 പൈസ ഇല്ല കയ്യിൽ, എന്തെങ്കിലുമൊക്കെ ഉപകാരമാവും, ബൈക്കിൽ പെട്രോൾ ഒഴിക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ പയ്യൻ അത് ചെയ്തിട്ടുണ്ട് അത്ര. അപ്പം ഈ 50,000 രൂപ 10 അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് അയക്കാൻ പറഞ്ഞിട്ടാണ്. ഐ മീൻ 50 എന്ന് പറഞ്ഞാൽ ഈ 45 ചെറിയ ചെറിയ തുകകളായിട്ട് ജിപേയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ കൊടുത്തൊരു ലിസ്റ്റിൽ ഇവൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. എളുപ്പമല്ലേ ഇത്? ബാങ്കുകാരൊന്നും നോട്ട് ചെയ്യുമില്ല, ചെറിയ ട്രാൻസാക്ഷൻ. ഇതാണ് ഇവരുടെ ഒരു റാക്കറ്റ് ഉണ്ടാവുകയെ. ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഭാഗമായി ഇവനറിയാതെ. അതായത് ഈ നമ്മൾ അയച്ചു കൊടുക്കുന്നത് വല്ല ടെററിസ്റ്റ് സംഘടനകളുടെ ജിപേ നമ്പറിലേക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പലപ്പോഴും ഈ ഓട്ടോ ഡ്രൈവേഴ്സ് അവരുടെയൊക്കെ ആണെങ്കിലും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചോദിച്ച് നോക്കുമ്പോൾ അവരുടെ പേരൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ ഓട്ടോ ഡ്രൈവറാണ്, അതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും നമ്പറിലേക്ക് അയക്കാൻ പറഞ്ഞാൽ ഞാൻ അയക്കില്ല. ആ ഓട്ടോയിൽ കയറിയിട്ട് അവൻ്റെ തന്നെ നമ്പറാണെന്ന് നോക്കിയിട്ടേ അയക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ. പിന്നെ അതൊക്കെ ചെറിയ ചെറിയ 100ഉം 120ഉം അതൊക്കെ വിട്ടുകളയും ഈ ഗവൺമെൻറ്റും അതോറിറ്റീസും പോലീസും ഒക്കെ. ഇത് വലിയ വലിയ എമൗണ്ടുകളിലേക്ക് മാറും. 10 ലക്ഷത്തിന് താഴെയൊക്കെ ഉള്ളത് ഉള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഒരു വർഷത്തിൽ 10 ലക്ഷത്തിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിലാണ് ബാങ്ക് അത് റിപ്പോർട്ട് ചെയ്യുള്ളേ. ബാങ്ക് RBIക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അവർ ഇൻകം ടാക്സ് വഹിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതിന് താഴേക്കൊക്കെ ആകുമ്പോൾ അധികം റിപ്പോർട്ട് ചെയ്ത് വിടാറില്ല ബാങ്കുകൾ. അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്തൊക്കെ ചെന്ന് ഈ പാവം കുട്ടികൾ ചെന്ന് പെടുന്നത്. അറിയില്ലാതെ വെറുതെ ഒരു 10,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഇവർ ചെയ്ത് പെടുന്ന അബദ്ധങ്ങൾ കണ്ടോ. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഏത് അൺനോൺ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പണം സ്വീകരിക്കാതിരിക്കുക. അറിയില്ലാത്തവർക്ക് നമ്മൾ ഒരിക്കലും അറിവില്ലാത്തവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാനേ പാടില്ല. ഇനി വല്ല ടെററിസ്റ്റ് ഏജൻസികളാണോ നമുക്ക് ഈ പൈസ ഇട്ട് തരുന്നത്, അതും അറിയില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് അകത്തു പോകും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. അതിനകത്ത് 7 വർഷം വരെ നമുക്ക് ഇംപ്രിസൺമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. അതിലും കൂടാം ഏത് ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഇൻവോൾവ് ആയേക്കുന്നത്. നമ്മൾ അയച്ച നമ്പറിൽ അല്ലെങ്കിൽ ആ നമ്പറുകാർ ഏത് ആക്ടിവിറ്റീസ്, ടെററിസം അല്ലെങ്കിൽ ആംസ് അല്ലെങ്കിൽ കഞ്ചാവ് അങ്ങനെയുള്ളതിലൊക്കെ പെട്ട ആളുകളിലേക്കാണ് നമ്മൾ ഈ ഡീലിങ്സ് നടത്തിയിരിക്കുന്നതെങ്കിൽ അറിയാതെ നമ്മളതിൻ്റെ ഭാഗമായി മാറും. അതുകൊണ്ട് ബി കെയർഫുൾ. ഇതൊന്നും ചെയ്യാൻ പാടില്ല. മണി ലോണ്ടറിങ് വളരെ വളരെ കഠിനമായ പണിഷ്മെൻറ്റ് കിട്ടുന്ന കുറ്റകൃത്യമാണ്.
മണി ലോണ്ടറിംഗ് എന്ന് വെറുതെ പറഞ്ഞങ്ങ് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് എന്താണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കിൽപ്പെടാത്ത പണം അല്ലേ? ഇപ്പോൾ കണക്കിൽപ്പെടാത്ത പണം ഒരാൾ എങ്ങനെയാണ് സമ്പാദിക്കുക? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് 25,000 രൂപയാണ് സാലറി എങ്കിൽ അയാളുടെ ജീവിതവും സാഹചര്യമൊക്കെ ആ 25,000 രൂപയിൽ ഒതുങ്ങുന്നതല്ല എന്ന് കണ്ടുവരുമ്പോൾ അയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മളൊക്കെ അനുമാനിക്കാം അല്ലേ? അനുമാനിക്കാം. അയാളൊരു വലിയ ഹോണ്ട സിറ്റി കാർ ഓടിച്ചു പോകുന്നു, അയാളുടെ വീട് നല്ല ഭംഗിയുള്ള 19 സെൻറ്റിൽ, അയാൾക്കൊരു സ്വത്തുമില്ലാതിരുന്ന ആൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നു. എന്നിട്ട് അയാൾ ഈ മാസം 25,000 രൂപയും ശമ്പളം ഉള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് പറ്റും? അയാൾ നോട്ടപ്പുള്ളിയാകും അല്ലേ? അപ്പോൾ അയാളുടെ കയ്യിൽ കൈക്കൂലി പണമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും? സാധാരണ രീതിയിൽ ഇത് അനക്കാതെ വെച്ചിട്ട് ഇത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ ബുദ്ധിമാന്മാരുടെ ഒരു പണിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കൈക്കൂലി മേടിച്ച് ഇയാൾ ട്രങ്ക് വെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച് വന്നിരിക്കട്ടെ. ഇതുപോലെ 50 സെൻറ്റും ചെയ്തില്ല, വീടും മേടിച്ചില്ല, കാറും മേടിച്ചില്ല, ഒന്നും ചെയ്തില്ല. അയാൾക്ക് നല്ല ബുദ്ധിയുള്ളവനായതുകൊണ്ട് അയാൾ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അയാളിന് അങ്ങനെ കൂട്ടി അയാളുടെ കയ്യിൽ 50 ലക്ഷം ഉണ്ട് കേട്ടോ. പക്ഷെ അതെങ്ങനെ പുറത്തെടുക്കും? അതിനെന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ആരെങ്കിലും അറിയുന്ന ആൾക്കാരെ കൊണ്ട്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് പിന്നീടും ഞാൻ പറയുന്നത് ഇത് എക്സാമ്പിൾ സഹിതം പറയുകയാണ് എന്താണ് മണി ലോണ്ടറിങ് എന്ന്. അല്ലാതെ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചൂണ്ടുപലകയല്ല ഞാൻ ഈ പറയുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കഥകളാണ് കേട്ടോ. അപ്പം അല്ലാതെ ചേച്ചി ഇപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? നോക്കിക്കോ നിങ്ങൾ, ഞാൻ പറയുന്നതിൻ്റെ രീതി നോക്കിക്കോ. ഒരു ബിസിനസ് തുടങ്ങുന്നു, അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ബിസിനസ് തുടങ്ങുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൈസയായിട്ട് സ്വീകരിക്കാവുന്ന ഈ തുണിക്കടയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം സാരികൾ വിൽക്കുന്ന കടയൊക്കെയാണ്. എല്ലായിടത്തും കാർഡും ചെക്കും ഇതൊന്നും അല്ലല്ലോ. വെച്ചാൽ 1,500 രൂപയുടെ സാരി മേടിക്കുമ്പോൾ അവർ 1,500 രൂപ മേടിച്ചിടുന്നു. അങ്ങനെ അപ്പോൾ എത്ര രൂപയാണ് വരുമാനം വന്നത് എന്നുള്ളതിന് ഉള്ള ഒരു കണക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കണക്കാണ് അല്ലേ? അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ 10 ലക്ഷം വന്നിട്ടുള്ളെങ്കിൽ 20 ലക്ഷം വന്നു എന്ന് കാണിക്കും. അപ്പോൾ 10 ലക്ഷം ഇവിടെ പെട്ടിയിലിരുന്നത് വെളുത്താ അത് പുറത്തേക്ക് എടുക്കാവോ? ഈ പറഞ്ഞ കമ്പനിയുടെ പേരിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചി ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ പോരെ, ആ വീട്ടിൽ അവിടെ ഇരിക്കുന്നത് ബാങ്കിൽ കൊണ്ടുപോയിട്ടാ? ആഹാ, അങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റില്ല. 50 ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദ്യം വരും ബാങ്കിൽ. പല ബാങ്കുകളായിട്ട് കൊണ്ടുവന്ന് ഇട്ടാൽ കൂടെ ഇത് ഒരു ദിവസം എന്താ പറയുക കണ്ടുപിടിക്കും. ഇത്രയും എന്താ പറയണേ, നിങ്ങൾ എങ്ങനെ പല സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടാൽ പോലും എങ്ങനെയെങ്കിലും ഒരു ദിവസം ഈ പാൻ കാർഡുമായിട്ട്, അതിനാണ് ഈ പാൻ കാർഡ് ഇപ്പം എല്ലാ ബാങ്കുകളുമായിട്ട് ഇണച്ചു വെക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടികളാണ് ഇങ്ങനെ. സാധാരണ ഒരു ചെറിയ ആൾക്കാർ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ പിടിക്കപ്പെട്ടാൽ ഭാര്യയും ജയിലിൽ പോകും. കാരണം ഇതിന് കൂട്ടുനിന്നിരിക്കുകയല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികളിലൂടെ പണം ഉണ്ടാക്കാനോ പണം വെളുപ്പിക്കാനോ നിങ്ങൾ ആരുടെയും കൂടെ നിന്ന് കൊടുക്കുകയോ ചെയ്യുകയോ അരുത്. അത് വലിയൊരു ദ്രോഹമാണ്. പാവപ്പെട്ടവരായ നമ്മൾക്ക് അതെങ്ങനെ ദ്രോഹം വരുന്ന ചേച്ചി? അവരെന്തെങ്കിലും കാണിക്കട്ടെ, പണക്കാരുടെ ഇതല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ ഇതുപോലെ പണം വെളുപ്പിക്കാൻ നടക്കുന്നവർ കാരണം നിങ്ങൾ പെടും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം. 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ ഏരിയയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപയേ ഉള്ളൂ 5 സെൻറ്റിന്. അപ്പോൾ 15 സെൻറ്റ്, ഓ ശരി, 15 ലക്ഷം എങ്ങനെയെങ്കിലും വാങ്ങിച്ച് വീട് വെക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ലാസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് 5 ലക്ഷത്തിനാണ്. ഇതാരാണ് ഇത് ചെയ്യുന്നതെന്നറിയാവോ? ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ നടക്കുന്നവർ പോയിട്ട് പോയി ആ 1 സെൻറ്റിന് 5 ലക്ഷം വെച്ച് കാണിച്ച് അവരെന്ത് ചെയ്യും? അവർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് മേടിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാർ പോലും ആ 5 സെൻറ്റിൽ വേണം അവിടെ രജിസ്ട്രേഷൻ തുക കാണിക്കാൻ. ആരും നമ്മുടെ സ്ഥലം വിൽക്കാനാണെങ്കിലും 5 സെൻറ്റ് ലക്ഷം പെർ സെൻറ്റിന് നമ്മൾ വിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടി വരും. കാരണം അവിടെ ലാസ്റ്റ് രജിസ്ട്രേഷൻ അതല്ലേ. അങ്ങനെ കുറേ കുഴപ്പങ്ങൾ ഈ സാധാരണക്കാർക്ക് സംഭവിക്കും ഇത് കാരണം. ഇങ്ങനെ ഈ വെളുപ്പിക്കൽ പരിപാടികൾ നടക്കണ കാരണം ഇതിന് കുറേ ഘട്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഘട്ടങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷേ അത് ഒരെണ്ണമാണ് ഞാൻ ഈ പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇതുപോലെ ഹോട്ടൽ തുടങ്ങുകയോ ഡ്രസ്സ് മേടിക്കുകയോ അല്ല ഡ്രസ്സിൻ്റെ കട തുടങ്ങുകയോ ഒക്കെ ചെയ്തിട്ട് പൈസയായിട്ട് വരുന്ന എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് അവരത് അതിനകത്തുള്ള ലാഭമായിട്ട് കാണിച്ച് അത് വെളുപ്പിക്കും.
അതാണ് അതിൻ്റെ. അപ്പം എന്താ, ഈ പൈസ മാർക്കറ്റിലേക്ക് വരികയാണ്. ഈ റിയൽ എസ്റ്റേറ്റിൽ വലിയ വലിയ ബിൽഡേഴ്സിൻ്റെ, ചെറിയ ബിൽഡേഴ്സിൻ്റെ അടുത്ത്, വലിയവരുടെ അത്രയും നടക്കില്ല, അടുത്ത് പോയിട്ട് ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ബാങ്ക് ലോൺ എടുത്താണ് നമ്മളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ചില ആളുകൾ അത് പൈസ കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കും ആദ്യം തന്നെ. അപ്പോൾ ഈ ബിൽഡർ പറയും, പൈസ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ പ്രോജക്ട്സ് നടക്കുന്നുണ്ടാവും, അവർ ഈ പൈസയായിട്ടായിരിക്കും ഈ തൊഴിലാളികൾക്കൊക്കെ കൊടുക്കണം, അവരതവിടെ വെളുപ്പിച്ചോളും. മനസ്സിലായോ? അങ്ങനെ 5ഉം 10ഉം ഫ്ലാറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അവർ മറ്റേ ഇങ്ങനെ സ്കൂട്ടി വെച്ച ആൾക്കാർ അതുപോലെയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനും പല പല പ്രശ്നങ്ങളിൽ പെടാവുന്ന പല വകുപ്പുകളുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ഒരു പറഞ്ഞ എക്സാമ്പിളിൽ ആരെങ്കിലും ഇതുപോലെ നിങ്ങൾ അറിയില്ലാത്ത ഏതോ ഒരാൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് നിങ്ങളതിലിറങ്ങി പുറപ്പെടരുത് കേട്ടോ. പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നീട് പിടിക്കപ്പെട്ടേക്കാം. ഈ തന്നവരെ നമുക്കറിയില്ല, വല്ല രാജസ്ഥാനിലോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പിടിക്കപ്പെടാൻ പറ്റാത്ത കൺട്രീസിലൊക്കെ പോയിരുന്ന് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുന്നവർ, സിമ്പിളായിട്ട് ചിന്തിക്കുക, സിമ്പിളായിട്ട് ജീവിക്കുക. ഒരുപാട് മോഹങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യന് പറ്റിയ പോലെ അവനിനി എന്നിറങ്ങി വരാനായിരിക്കും. എന്തുമാത്രം പൈസ, ഞാൻ പറയില്ലേ നേരത്തെ ദുബായിൽ വന്നിറങ്ങിയ ആള്, അതുപോലെ ആവില്ല അവൻ്റെ ആ ലൈഫ് പോയില്ലേ. അന്നത്തെ 5ന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് 5000 ദിർഹംസ് സാലറിയിൽ പണിയെടുക്കാൻ വന്ന ചെക്കനായിരിക്കും, 1 ലക്ഷം രൂപയുടെ പണിക്ക് വന്നവനായിരിക്കും. അതുകൊണ്ട് നേരെ വാ നേരെ പോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എംബ്രേസ് ചെയ്യുക. ഒരിക്കലും ഇത്തരത്തിലുള്ള എന്താ പറയണേ നെഗറ്റീവ് കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാതിരിക്കുക. അത് ലക്ഷങ്ങളും കോടികളും ആയിക്കോട്ടെ, അത് ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ പല പ്രാവശ്യം പല സീരീസും അതും ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ. അതിലെ നല്ലത് നമ്മൾ എടുത്ത് നോക്കൂ. കണ്ടോ, എന്താണ് ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞത് കണ്ടിട്ട് പിള്ളേർ മുഴുവൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നടക്കണേ. എന്ത് പെട്ടെന്നാണ് ഓഹരി വിപണി താഴോട്ട് വീണത്. അയാൾ അതിൽ കാണിക്കുന്നതെല്ലാം നമ്മൾ കാണിക്കാൻ പറ്റും. ഒരു ഹർഷദ് മേത്ത സ്കാം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് 90s. അദ്ദേഹം ജയിലിൽ കിടന്നാൽ മരിച്ചത്. നല്ലൊരു ഷെയർ ബ്രോക്കർ. അതായത് ഈ പണം വരുന്നത് കാണുമ്പോൾ 10,000 രൂപ 1 ലക്ഷത്തിന് കിട്ടുമെങ്കിൽ നമുക്കെന്താന്നേ, നമുക്ക് അങ്ങോട്ട് ആക്കി കൊടുത്തേക്കാം, 9ന് താഴെ വരെ ആരും നോക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. പക്ഷെ അത് എവിടത്തേക്കാണ് പോയിരിക്കുന്നത്, അതൊക്കെ രേഖയുണ്ടല്ലോ, നമ്മുടെ ഫോൺ നമ്പറും എല്ലാം പിടിച്ചു വെക്കും എല്ലാവരുമൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളിൽ കൊണ്ട് നമ്മുടെ ഭാവിയെയാണ് നമ്മൾ സ്റ്റേക്കിലാക്കുന്നത് അല്ലേ. സോ ഡോണ്ട് സ്റ്റേക്ക് യുവർ ഫ്യൂച്ചർ ഫോർ ജസ്റ്റ് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലേ. ഇപ്പം കിട്ടുന്ന 5000 രൂപയുടെ ഒരു നല്ല ചെരുപ്പ് മേടിക്കാം, ശരി ആട്ടെ എന്ന് പറഞ്ഞ് ചെയ്തതായിരിക്കാം. പെട്ടില്ലേ, അവന് 10,000 ചെരുപ്പുകൾ മേടിക്കാനുള്ള പൈസയല്ലേ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി അല്ലേ നഷ്ടമായത്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് മണി. പൈസ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് ജീവിക്കാനായിട്ട്. അത് ഉണ്ടാക്കാനുള്ള നേർവഴികൾ മാത്രം കണ്ടുപിടിക്കുക. ആ നേർവഴികളിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുവോ അത് മാത്രം നമ്മൾ ഉപയോഗിക്കുക ജീവിതത്തിന് വേണ്ടിയിട്ട്. ഡു യു അഗ്രി? കാരണം ഇത് മണി ലോണ്ടറിങ് ഇത് ഇപ്പം ഞാൻ പറയുന്നത് വളരെ ഒരു ചെറിയ കാര്യമാണ്. ഈ 5 ലക്ഷത്തിന് സ്ഥലം മേടിച്ചിട്ട് അത് വെളുപ്പിക്കാൻ നോക്കുന്നത് അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ വലിയ കോടികൾ ഇതുപോലെ ലോട്ടറി വല്ലവർക്കും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെളുപ്പിക്കാനുള്ളവർ ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് ഇതെല്ലാം കഴിച്ച 15 കോടിയല്ലേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, അത് ഞാനങ്ങ് തന്നാൽ പോരെ, കുറച്ചും കൂടെ കൂടുതലിട്ട് ഞാൻ തരാം, വേണമെങ്കിൽ 1 കോടി അങ്ങോട്ട് കയറ്റി വെക്കും. 25 കോടിയുടെ ടിക്കറ്റ് കിട്ടിയവൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അയാളും വിചാരിക്കും, ഞാനിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന നേരത്തിന് ഇങ്ങനെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചാൽ അവന് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആലോചിച്ച് നോക്കിക്കേ എന്തായിരിക്കും സ്ഥിതി. അങ്ങനെ അത്രയും പണം അതിൽ ഇറക്കും ആളുകൾ. അങ്ങനെ അവർ വെളുപ്പിച്ചിട്ട് പോകും. അവസാനം ഇവനെന്തോ ചെയ്യും, ഇത് കാണിക്കാനായിട്ട്, സോഴ്സ് കാണിക്കാനായിട്ട് ബിസിനസ്സുകൾ തുടങ്ങേണ്ടി വരും. മനസ്സിലായ? അത് വളരെ ഇറ്റ്സ് നോട്ട് ഈസി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആരും തന്നെ ചിന്ത കൊടുക്കരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി ചേച്ചി, പട്ടണിയിടുന്നത് മതിയായി എന്ന് പറഞ്ഞ് നടക്കുമ്പോഴായിരിക്കും അവരിങ്ങനെ വരുന്നത്. പെട്ടെന്നുള്ള ഇതിനു വേണ്ടി നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൂരത്തേക്കുള്ള ഭാവിക്ക് അത് അഫക്റ്റ് ആകും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നവരില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല. ഞാൻ പറയുന്നത് എനിക്ക് നേരായ വഴികൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത്. സോ ഐ വിൽ ടോക്ക് അബൌട്ട് റൈറ്റിയസ് തിങ്സ് ഓൺലി. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ഗോ ആൻഡ് ഡു റോങ് തിങ്സ്. That is wrong എങ്കിൽ ആ wrongന് there will be some kind of punishment waiting for you somewhere. Be careful,
നമ്മൾ തെറ്റും ശരിയും എന്നും പറഞ്ഞുള്ള മൊറൽ ചിന്തകളിൽ കൂടെ അല്ല ഞാൻ പറയുന്നത്, നിയമത്തിൻ്റെ പാതയിലൂടെയുമാണ് ഞാൻ പറയുന്നത്. മണി ലോണ്ടറിങ് ഇസ് എ ക്രിമിനൽ ആക്ട്. ഓക്കെ, ബി കെയർഫുൾ, അതിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ഇനി നാളെ വരാം കേട്ടോ.